എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയർന്ന തനത് ഫണ്ടുള്ള നഗരസഭകളിൽ ഒന്നായ തൃക്കാക്കര മുനിസിപ്പാലിറ്റി വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും വികസനത്തിൽ മുരടിപ്പും രാഷ്ട്രീയ വിവാദങ്ങളും മുഖ്യ ചർച്ചാ വിഷയമാകുന്നു. IT വ്യവസായങ്ങളുടെ കേന്ദ്രമായ കാക്കനാട് ഉൾപ്പെടുന്ന പ്രദേശം എന്ന നിലയിൽ ശ്രദ്ധേയമാണെങ്കിലും 144 കോടി രൂപയുടെ തനത് ഫണ്ടുണ്ടായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തൃക്കാക്കര ഏറെ പിന്നിലാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. വിവരങ്ങൾ നൽകാനായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെയാണ് വികസന മുരടിപ്പ്. അത് ഈ രാഷ്ട്രീയ പാർട്ടി LDF നിലനിൽക്കുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രീയ മുരടിപ്പ് അല്ലെങ്കിൽ വികസന മുരടിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊരു പുത്തരിയുമല്ല ഈ രാഷ്ട്രീയ പാർട്ടിക്ക്. വിശദാംശങ്ങൾ രേഷ്മ. അതെ, തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് വ്യവസായ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം. അതാണ് തൃക്കാക്കര നഗരസഭയുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തനത് ഫണ്ടുള്ള ഒരു നഗരസഭയാണ് തൃക്കാക്കര. ഏകദേശം 144 കോടി രൂപയുടെ തനത് ഫണ്ടാണുള്ളത്. പക്ഷേ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ എങ്ങും തന്നെ ഇതിൻ്റെ ഒന്നും തന്നെ അടിസ്ഥാന സൗകര്യ വികസനം നമുക്ക് കാണാൻ സാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ട് ചോദിച്ച് വോട്ടർമാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ വോട്ടർമാർ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്ത് വികസനമാണ് നിങ്ങൾ നൽകിയതെന്നുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം പോലും ഉറപ്പാക്കാനായിട്ട് തൃക്കാക്കര ഭരിച്ച ഭരണവർഗത്തിന് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, കൃത്യമായിട്ട് ഫണ്ട് ഉണ്ടായിട്ട് അത് വിനിയോഗിക്കാനും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം. പ്രധാനമായിട്ടും ഒരു പ്രശ്നം നേരിടുന്നത് നഗരസഭ നിവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നീക്കമാണ്. മാലിന്യ നീക്കത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങൾ നഗരസഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒത്തുതീർപ്പിലൊക്കെ എത്തി. പക്ഷേ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ മാത്രമല്ല, അത് സംസ്കരിക്കാനായിട്ടുള്ള പ്ലാന്റ്, അത് നിർമ്മിക്കാനായിട്ട് സ്ഥലം ഏറ്റെടുക്കൽ, അതിൻ്റെ നിയമ തടസ്സങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിപ്പോര്, വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു നഗരസഭയാണ് തൃക്കാക്കര. ഈ ചേരിപ്പോരുകൾക്കിടയിലും അടിസ്ഥാന സൗകര്യ വികസനം നടത്തുവാനായിട്ടോ ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടോ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വോട്ടർമാർ മറുചോദ്യം ഇവരോടൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. അതുകൂടാതെ തന്നെ ആശുപത്രികളുടെ കാര്യം, അതായത് പ്രാദേശിക തലത്തിൽ കൃത്യമായിട്ട് ആശുപത്രികളുടെ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ടോ നടപടികൾ സ്വീകരിക്കാനായിട്ടോ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. പ്രാദേശികമായിട്ട് ആശുപത്രികൾ ഒരുക്കിക്കൊണ്ട്, ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായിട്ടുള്ള നീക്കവും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇതാണ് ഈ ആതുര മേഖല സംബന്ധിച്ച് നഗരസഭയുടെ ഇപ്പോഴത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ആതുര സേവന രംഗത്ത് വളരെ പിന്നോക്കമാണ് തൃക്കാക്കര നഗരസഭ. ഈ തനത് ഫണ്ടുകളൊന്നും തന്നെ വിനിയോഗിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനമായിട്ടും വിലയിരുത്തലായിട്ടുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ചേരിപ്പോരുകളും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലെ അപാകതയുമാണ്. ഈ പദ്ധതികൾ കൃത്യസമയത്ത് ആസൂത്രണം ചെയ്യാതെ അത് നടപ്പാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നഗരസഭയ്ക്ക് ആദ്യഘട്ടം മുതൽ തന്നെ നേരിടേണ്ടി വന്നിരുന്നു. ഒപ്പം തന്നെ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പാർപ്പിട പദ്ധതി അടക്കം അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടി തൃക്കാക്കരയിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഇത്തവണ പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രശ്നമായിട്ട് വോട്ടർമാരുടെ ഇടയിലേക്ക് ഉന്നയിക്കുന്നത്. കാരണം മാറി മാറി ഭരിച്ച ആളുകൾ എന്തൊക്കെ തന്നെയാണ് ഈ നഗരസഭാ നിവാസികൾക്ക് നൽകിയതെന്ന് അവർക്ക് തന്നെ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന നഗരസഭയിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് NDA മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കടുത്ത മത്സരം തന്നെയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ഉണ്ടാകുക.